PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC 2024, LGS 2024 എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം 4 ക്ലാസ്സുകൾ വെച്ചിട്ടാണ് നമ്മൾ നൽകുന്നത്. കാലത്ത് 10 മണിക്ക് GK ടോപ്പിക്, ഇപ്പം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 മണിക്ക് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, അത് ഒരാഴ്ച 3 കൂടെ കവറാകുന്ന രീതിയിൽ 2 ദിവസം മാത്സ്, 2 ദിവസം ഇംഗ്ലീഷ്, 2 ദിവസം മലയാളം. രാത്രി 8 മണിക്ക് എല്ലാ ദിവസവും ലൈവായിട്ട് നിങ്ങൾക്ക് മുൻവർഷ ചോദ്യങ്ങൾ ടോപ്പിക് വൈസ് മോക്ക് ടെസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ദെൻ എല്ലാ ദിവസവും രാത്രി 10:30 നമ്മൾ എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെയും അറിയാത്തവരുണ്ടെങ്കിൽ ഇന്ന് മുതലാണെങ്കിലും കണ്ടു തുടങ്ങിയാൽ മതി. ഓരോ ദിവസവും എടുക്കുന്ന കറണ്ട് അഫയേഴ്സ് കൃത്യമായി നോട്ട്സ് തയ്യാറാക്കി റിവിഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ എക്സ്പെക്റ്റഡ് കറണ്ട് അഫയേഴ്സ് മാത്രമുള്ള സീരീസാണ്. വരുന്ന ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സീരീസാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ക്ലാസ്സുകൾ കണ്ട് പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഫ്രീ ക്ലാസ് ആണെന്നും പറഞ്ഞ് നമ്മുടെ കണ്ടന്റിലോ ക്വാളിറ്റിയിലോ ഒന്നും ഒരു കുറവും വരുത്താറില്ല. അത്രയും നല്ല ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. അപ്പോൾ അത്രയും എഫേർട്ട് എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഒരു ദിവസം 4 വീഡിയോ വരണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു എഫേർട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീഡിയോസ് മാക്സിമം ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ടെലഗ്രാമിൻ്റെ കാര്യം ആരും മറക്കരുത്, ജോയിൻ ചെയ്യണം. കാരണം നമ്മൾ ഈ ക്ലാസ്സുകൾ കഴിഞ്ഞ് അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ട പോയിന്റ്സ് ഒക്കെ നമ്മൾ ടെലഗ്രാമിൽ PDF ആയിട്ട് കൊടുക്കാറുണ്ട്. ഓരോ ദിവസവും പഠിപ്പിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പോൾസ് കൊടുക്കാറുണ്ട്. രാത്രി ചെയ്യുന്ന മുൻവർഷ ചോദ്യങ്ങളുടെ PDF നമ്മൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ടെലഗ്രാം വഴിയാണ്. പിന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ടതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതും എല്ലാം ടെലഗ്രാം വഴിയാണ്. സോ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഭരണഘടനാ ഭേദഗതികൾ, കഴിഞ്ഞ ദിവസം ഭരണഘടനാ ഭേദഗതികളുടെ ഇൻട്രൊഡക്ഷനും നമ്മൾ പഠിച്ചു, 42ാം ഭേദഗതിയും പഠിച്ചല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 44ാം ഭേദഗതിയെക്കുറിച്ചാണ്. 44ാം ഭേദഗതി. അപ്പോൾ 44ാം ഭേദഗതിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? ആദ്യം തന്നെ 44ാം ഭേദഗതിയുടെ ലക്ഷ്യം എന്തായിരുന്നു എന്നത് മനസ്സിലാക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ 42ാം ഭേദഗതി. അപ്പോൾ 1976 അല്ലേ 42ാം ഭേദഗതി. അപ്പോൾ 1976 42ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി ഭരണഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ മാറ്റങ്ങളെയെല്ലാം ഭേദഗതി ചെയ്ത് പഴയ നിയമങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. 44ാം ഭേദഗതിക്ക് ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള 42ാം ഭേദഗതിയിലൂടെ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. അപ്പോൾ അതിനെയെല്ലാം ഭേദഗതി ചെയ്ത പഴയ നിയമങ്ങൾ തന്നെ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു 44ാം ഭേദഗതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കൂടാതെ ഇനിയൊരു ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കാതിരിക്കുവാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ളൊരു ഭാഗമായിട്ടാണ് 44ാം ഭേദഗതി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി 42ാം ഭേദഗതിയുടെ സമയത്ത് അവിടെ എന്താണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ് 1975 അല്ലേ. അപ്പോൾ ആ ഒരു കാലഘട്ടം നമ്മൾ പറഞ്ഞു, അവിടെ കൊണ്ടുവന്ന മാറ്റങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള മാറ്റങ്ങളെയെല്ലാം ഭേദഗതി ചെയ്ത് പഴയ നിയമങ്ങൾ പുനഃസ്ഥാപിക്കുകയും ഇനിയൊരു ദേശീയ അടിയന്തരാവസ്ഥ വരാതിരിക്കുവാനുള്ള മുൻകരുതലുകൾ എടുക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് 44ാം ഭേദഗതി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ 44ാം ഭേദഗതി പാസ്സാക്കുന്ന വർഷം, 44ാം ഭേദഗതി പാസ്സാക്കപ്പെട്ട വർഷം 1978. 1978 44ാം ഭേദഗതി പാസ്സാക്കുന്നത്. പലർക്കും വർഷം ഡൗട്ട് ആവാറുണ്ട്. 1976 42ാം ഭേദഗതി. ഇത് രണ്ടുമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോവുക. അപ്പോൾ 44 1978 42 1976. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ഇവിടെ 1976, അപ്പം 4ഉം 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടുക അല്ലേ. ഇവിടെ നോക്കിക്കേ, 4ഉം 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8 കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. 1978 44ാം ഭേദഗതി, 1976 42ാം ഭേദഗതി. കിട്ടിയല്ലോ. അപ്പോൾ 44ാം ഭേദഗതി പാസ്സാക്കപ്പെട്ട വർഷമാണ് 1978. എന്നാൽ
ഇത് നിലവിൽ വന്നത് എന്ന് എടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം 1979 ഏപ്രിൽ 30-നാണ്. 1979 ഏപ്രിൽ 30-നാണ് 44-ാം ഭേദഗതി നിലവിൽ വരുന്നത്. പാസ്സാക്കപ്പെട്ടത് 1978. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്നത് പാസ്സാക്കപ്പെട്ട വർഷമാണ്. അപ്പോൾ 44-ാം ഭേദഗതി വർഷം എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ 1978 എടുക്കാം. നിലവിൽ വന്നത് എന്നും പറഞ്ഞിട്ട് നമുക്ക് 1979 എന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കണം നമ്മുടെ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഇനി ഈ 44-ാം ഭേദഗതി പാസ്സാകുന്നത് ഏത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്? ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് 44-ാം ഭേദഗതി പാസ്സാക്കപ്പെടുന്നത്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു 44-ാം ഭേദഗതി വരുന്ന സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ആ സമയത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ് ആ സമയത്തെ പ്രസിഡന്റ്. അപ്പോൾ 44-ാം ഭേദഗതി പാസ്സാക്കപ്പെടുന്നത് ജനതാ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ്. ആ സമയത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി, പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ 44-ാം ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുള്ള പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞല്ലോ, ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന മാറ്റങ്ങളെയെല്ലാം ഭേദഗതി ചെയ്ത് പഴയ നിയമങ്ങൾ തന്നെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 42-ാം ഭേദഗതിയിൽ ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന ഒരു മാറ്റം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 5 വർഷത്തിൽ നിന്നും 6 വർഷമാക്കി ഉയർത്തി എന്ന് നമ്മൾ അവിടെ പഠിച്ചില്ലേ? അപ്പൊ ആ ഒരു കാലാവധിയെ വീണ്ടും പഴയ രീതിക്ക് മാറ്റി. അതായത് ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷമാക്കിയിട്ടുണ്ടായിരുന്നു ആര്? ഇന്ദിരാഗാന്ധി. ആ 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കിയിട്ട് കുറച്ചു കൊണ്ടുവന്നു. 44-ാം ഭേദഗതിയിലൂടെ ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി 6 വർഷത്തിൽ നിന്നും 5 വർഷത്തിലേക്ക് മാറ്റി പഴയ രീതിയിൽ പുനഃസ്ഥാപിച്ച ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? 44-ാം ഭേദഗതിയാണ്. ഫസ്റ്റ് പോയിന്റ് കിട്ടിയല്ലോ. ഇനി അടുത്ത മാറ്റം കൊണ്ടുവന്നത് ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പ്രസിഡന്റിന് പുനഃപരിശോധിക്കാൻ തിരികെ ക്യാബിനറ്റിലേക്ക് അയക്കാം എന്നൊരു മാറ്റം കൊണ്ടുവന്നു. എന്താണ്? ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ എന്തു ചെയ്യാം? പ്രസിഡന്റിന് പുനഃപരിശോധിക്കാനായി തിരിച്ചയക്കാം. പ്രസിഡന്റിന് പുനഃപരിശോധിക്കാനായി തിരിച്ചയക്കാം എന്നൊരു മാറ്റം കൊണ്ടുവന്നു. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ പുനഃപരിശോധനയ്ക്ക് ശേഷം ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ എന്ത് ചെയ്യണം? പ്രസിഡന്റ് ഉറപ്പായും അംഗീകരിക്കണം. അപ്പൊ ക്യാബിനറ്റ് ഒരു തീരുമാനം എടുത്തു, അത് പ്രസിഡന്റിന് അയച്ചു. അപ്പൊ പ്രസിഡന്റിന് അതിൽ ചില മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ പ്രസിഡന്റിന് എന്തു ചെയ്യാം? അതിനെ തിരിച്ചയക്കാം, ക്യാബിനറ്റിലോട്ട് തന്നെ തിരിച്ചയക്കാം. എന്നിട്ട് അവര് വീണ്ടും അത് പുനഃപരിശോധനയ്ക്ക് ശേഷം ക്യാബിനറ്റ് വീണ്ടും പ്രസിഡന്റിന് ഇത് അയച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും തിരിച്ചയക്കാനുള്ള ഒരു ഓപ്ഷൻ പ്രസിഡന്റിനില്ല. ഒരു തവണ തിരിച്ചയച്ച് പുനഃപരിശോധനയ്ക്ക് ശേഷം വീണ്ടും പ്രസിഡന്റിന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ പ്രസിഡന്റ് ഉറപ്പായും അംഗീകരിച്ചിരിക്കണം എന്നൊരു കണ്ടീഷനും കൂടെയുണ്ട്. ഓക്കെ, അപ്പൊ ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പ്രസിഡന്റിന് പുനഃപരിശോധനയ്ക്കായിട്ട് തിരിച്ചയക്കാം. എന്നാൽ പുനഃപരിശോധനയ്ക്ക് ശേഷം ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ എന്ത് ചെയ്തേക്കണം? പ്രസിഡന്റ് ഉറപ്പായിട്ടും അംഗീകരിക്കണം എന്നുള്ള ഒരു വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതിയാണ് 44-ാം ഭേദഗതി. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, 1975 അതായത് നമ്മൾ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ 42-ാം ഭേദഗതിയുടെ സമയത്ത് 1975 38-ാം ഭേദഗതി പ്രകാരം വന്ന ഒരു നിയമം എന്ന് പറയുന്നത് ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നത് പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും സംതൃപ്തി പ്രകാരമാണെന്നും ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ സാധിക്കില്ല എന്നും ഒരു ഭേദഗതി ഉണ്ടായിരുന്നു. 1975 1975 38-ാം ഭേദഗതി പ്രകാരം ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥയാണ് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് ആരുടെയൊക്കെ?
പ്രസിഡന്റ്, ഗവർണർ, അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്നിവരുടെ സംതൃപ്തി പ്രകാരമാണ്. അതുകൊണ്ട് ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ സാധിക്കില്ല എന്ന ഒരു വ്യവസ്ഥ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് മാറ്റി നമ്മുടെ 44-ാം ഭേദഗതിയിലൂടെ എന്ത് കൊണ്ടുവന്നു? പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന നിയമം പുനഃസ്ഥാപിച്ചു. അപ്പോൾ 1975-ലെ 38-ാം ഭേദഗതിയിൽ പറഞ്ഞത് പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ പറ്റില്ല എന്നായിരുന്നു. എന്നാൽ ഇവിടെ എന്തായിട്ട് മാറി? പ്രസിഡന്റിന്റെയും ഗവർണറുടെയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെയും ഓർഡിനൻസുകൾ എന്ത് ചെയ്യാം? ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം, ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതിയാണ് 44-ാം ഭേദഗതി. ഓക്കെ, ഇനി പ്രധാനപ്പെട്ടത് PSC പരീക്ഷകളിലെ സ്ഥിരം സാന്നിധ്യമായ ചോദ്യം, ഭരണഘടനയുടെ ഭാഗം 3 ആർട്ടിക്കിൾ 31 ഒരു കാര്യം ഉണ്ടായിരുന്നു. ഭാഗം 3 കേട്ടോ, ഭാഗം 3 ആർട്ടിക്കിൾ 31 എന്ന് പറയുന്നതിൽ സ്വത്തവകാശം ഉണ്ടായിരുന്നു അല്ലെ? മൗലിക അവകാശമായിട്ട് എന്തുണ്ടായിരുന്നു? ഭാഗം 3 ആർട്ടിക്കിൾ 31 സ്വത്തവകാശം ഉണ്ടായിരുന്നു. ഈ സ്വത്തവകാശത്തെ നീക്കം ചെയ്തു. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്തു. എന്നിട്ട് ഭാഗം 12 ഉൾപ്പെടുത്തി. ഭാഗം 12 എവിടെയാണ്? ആർട്ടിക്കിൾ 300A പ്രകാരം, ആർട്ടിക്കിൾ 300A പ്രകാരം നിലവിൽ സ്വത്തവകാശം എന്തായിട്ട് മാറി? മൗലിക അവകാശമായിരുന്ന, ഇത് മൗലിക അവകാശമായിരുന്നു, മൗലിക അവകാശമായിരുന്ന സ്വത്തവകാശം നിലവിൽ ഒരു നിയമാവകാശമായിട്ട് മാറി. ഒരു നിയമാവകാശം അല്ലെങ്കിൽ ഒരു ഭരണഘടനാപരമായ അവകാശമായിട്ട് മാറി. ഓക്കെ, അപ്പൊ ഭാഗം 3 ആർട്ടിക്കിൾ 31 പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്ന മൗലിക അവകാശമായ സ്വത്തവകാശത്തെ അവിടെ നിന്നും നീക്കം ചെയ്തു. മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത് ഭാഗം 12 ആർട്ടിക്കിൾ 300A നിലവിൽ സ്വത്തവകാശം എന്തായിട്ട് മാറി? നിയമാവകാശമായിട്ട് മാറി. അതും 44-ാം ഭേദഗതിയിലൂടെയാണ് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഈ 4 പോയിന്റ് കിട്ടിയില്ലേ? അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പറയുന്നത്. നമുക്ക് അടിയന്തരാവസ്ഥ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണമായിരുന്നു ആഭ്യന്തര അസ്വസ്ഥത എന്ന് പറയുന്നത്. ആഭ്യന്തര അസ്വസ്ഥത എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നാണ്. ഈ ആഭ്യന്തര അസ്വസ്ഥത എന്ന പദം മാറ്റിയിട്ട് 44-ാം ഭേദഗതിയിലൂടെ സായുധ കലാപം എന്നാക്കിയിട്ട് മാറ്റി. ആഭ്യന്തര അസ്വസ്ഥത എന്ന പദം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ആഭ്യന്തര അസ്വസ്ഥത. അതിനു പകരം സായുധ കലാപം എന്നാക്കി മാറ്റിയ ഭേദഗതിയാണ് 44-ാം ഭേദഗതി. ഓക്കെ, ഇനി അടുത്ത മാറ്റം എന്താണ് കൊണ്ടുവന്നത്? 1978-ലെ 44-ാം ഭേദഗതി പ്രകാരം ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ റിട്ടൺ റെക്കമെൻഡേഷൻ പ്രകാരമേ പറ്റുള്ളൂ. എഴുതിയിട്ടുള്ള എഴുതി തയ്യാറാക്കിയ ശുപാർശ പ്രകാരം റിട്ടൺ റെക്കമെൻഡേഷൻ പ്രകാരം മാത്രമേ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. ആരുടെ? കേന്ദ്ര മന്ത്രിസഭയുടെ റിട്ടൺ റെക്കമെൻഡേഷൻ പ്രകാരം മാത്രമേ ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റൂ എന്നൊരു നിയമം കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നത്? അതായത് 42-ാം ഭേദഗതി നമ്മൾ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്ത് 1975 നമ്മൾ പറഞ്ഞു ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളത്. അപ്പൊ 1975-ലെ ഇന്ത്യയിൽ പ്രഖ്യാപിച്ച ആഭ്യന്തര അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് മന്ത്രിസഭ പോലും അറിയാതെയാണ് ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് പ്രഖ്യാപിക്കുന്നത്.
അപ്പോൾ പ്രസിഡന്റായ ഫക്രുദ്ദീൻ അലി അഹമ്മദ് 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് മന്ത്രിസഭയോട് കൂടിയാലോചിക്കാതെ ഇന്ദിരാഗാന്ധിയുടെ ശുപാർശ പ്രകാരം മാത്രമാണ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആ നിയമമൊക്കെ ഒന്ന് മാറ്റാം, ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു നിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്യണമെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പൊ 1975 ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം മാത്രമായിട്ട് ഫക്രുദ്ദീൻ അലി അഹമ്മദ് എന്ത് പ്രഖ്യാപിച്ചു? അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പൊ അങ്ങനെ പാടില്ല. ഈ 44-ാം ഭേദഗതിയിലൂടെ അതിൽ മാറ്റം കൊണ്ടുവന്നു. എന്ത് പറഞ്ഞു? ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ റിട്ടൺ റെക്കമെൻഡേഷനോടുകൂടെ മാത്രമേ പറ്റത്തുള്ളൂ എന്നൊരു മാറ്റം കൊണ്ടുവന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അടുത്ത മാറ്റം എന്താ കൊണ്ടുവന്നത്? മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള അനുച്ഛേദം 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ സാധിക്കില്ല എന്ന നിയമം നിലവിൽ വന്നു. റദ്ദ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു നിയമം നിലവിൽ വന്നു. അതായത് ആദ്യം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 359 പ്രകാരം എന്ത് ചെയ്യുമായിരുന്നു? ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക അവകാശങ്ങൾ പ്രസിഡന്റിന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുമായിരുന്നു. ഓക്കെ, ആദ്യം അങ്ങനെയായിരുന്നു. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 359 പ്രകാരം മൗലികാവകാശങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്താണ് പ്രസിഡന്റിന്റെ ഉത്തരവ് പ്രകാരം നഷ്ടപ്പെടുമായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം മാറ്റി മൗലികാവകാശങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള 20, 21 അല്ലെ, കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട സംരക്ഷണവും ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണവും, അതാണ് ആർട്ടിക്കിൾ 20, 21 പറയുന്നത്. അപ്പൊ ഈ ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദു ചെയ്യാൻ സാധിക്കില്ല എന്ന വ്യവസ്ഥ നിലവിൽ വന്നു. നമുക്കറിയാം, ഇപ്പോ 20 എന്ന് പറയുന്നത് കുറ്റങ്ങൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംരക്ഷണം എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കുറ്റം ചെയ്ത ആളുടെ വിചാരണ അല്ലെങ്കിൽ ശിക്ഷ നടപ്പാക്കേണ്ട കാര്യങ്ങളുടെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, അത് നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? കുറ്റവാളിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ആവത്തില്ലേ? അപ്പോൾ ഏത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും കുറ്റങ്ങളും ശിക്ഷകളും വിചാരണയും ഒക്കെ അതിൻ്റെതായ രീതിക്ക് നടക്കണം എന്നുള്ളത് ആ ഒരു രീതിയിൽ ആ ഒരു മൗലികാവകാശം റദ്ദ് ചെയ്യാൻ പാടില്ല. പിന്നെ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 21. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് മറ്റൊരാൾ കൊല്ലാൻ വരുവാണെന്ന് വിചാരിച്ചോ. അപ്പൊ അയാളുടെ ജീവന് ഭയങ്കര അപകടമാണ് അല്ലേ? അപ്പൊ ഇവരെ ഓടിച്ചെന്ന് പോലീസുകാരോട് പറയാണ്, എന്നെ ഒരാൾ ഉപദ്രവിക്കാൻ വരുന്നു. അപ്പൊ പോലീസുകാർ പറയാണ്, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുക, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ജീവൻ അവിടെ പോവല്ലേ? അപ്പൊ ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം എന്ന് പറയുന്നത് ഏത് അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദു ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്ന ഭേദഗതി കൂടിയാണ് ഇത് 44-ാം ഭേദഗതി. അപ്പൊ ആർട്ടിക്കിൾ 20, 21 എന്നിവ റദ്ദ് ചെയ്യാൻ സാധിക്കില്ല എന്ന നിയമം നിലവിൽ വന്ന ഭേദഗതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും 44-ാം ഭേദഗതിയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനകം ആരുടെ അനുമതി ലഭിക്കണം? പാർലമെന്റിന്റെ അംഗീകാരം ലഭിക്കണം. ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനകം ആരംഗീകരിക്കണം? പാർലമെന്റ് അംഗീകരിക്കണം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് ഈ ഒരു ഭേദഗതിയിലൂടെയാണ്. അപ്പൊ അതിന് മുൻപ് എന്തായിരുന്നു? മുൻപ് 2 മാസമായിരുന്നു ഇതിന്റെ കാലാവധി. അപ്പോൾ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചാൽ 2 മാസത്തിനകം പാർലമെന്റ് അംഗീകരിക്കണം എന്നതായിരുന്നു. അത് മാറ്റി 1 മാസത്തിനകം എന്നാക്കിയിട്ട് മാറ്റി. ഇപ്പൊ ദേശീയ അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ, 1 മാസത്തിനകം പാർലമെന്റിന്റെ അംഗീകാരം ലഭിച്ചിരിക്കണം എന്ന വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതി കൂടിയാണ് ഇത് 44-ാം ഭേദഗതി. മനസ്സിലായോ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. 358 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ വന്ന മാറ്റം എന്താണ്? 358 എന്ന് പറയുന്ന ആർട്ടിക്കിളിൽ എന്തായിരുന്നു പറഞ്ഞത്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ ആർട്ടിക്കിൾ 358 പ്രകാരം അനുച്ഛേദം 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ 44-ാം ഭേദഗതി പ്രകാരം എന്ത് കൊണ്ടുവന്നു?
സായുധ കലാപം മൂലം പ്രഖ്യാപിക്കപ്പെടുന്ന ഇന്റേണൽ എമർജൻസി ആണ്, ആഭ്യന്തര അടിയന്തരാവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ അനുച്ഛേദം 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പൗരന്മാർക്ക് നഷ്ടപ്പെടില്ല എന്നൊരു മാറ്റം കൊണ്ടുവന്നു. അപ്പൊ ആദ്യം എന്തായിരുന്നു? 358 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെടുമായിരുന്നു. എന്നാൽ ഇപ്പൊ 44-ാം ഭേദഗതിയിലൂടെ എന്താക്കി മാറ്റി? ആർട്ടിക്കിൾ 358 ആ ഒരു വ്യവസ്ഥ പ്രകാരം അല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രകാരം ഇവിടെ നമുക്ക് ഈ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് സായുധ കലാപം മൂലം ഉണ്ടാവുന്നതാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണങ്ങളിൽ ഒന്നാണ് ആഭ്യന്തര അസ്വസ്ഥത, അത് സായുധ കലാപം എന്നാക്കി മാറ്റി. അപ്പോൾ ഈ സായുധ കലാപം മൂലം ഉണ്ടാവുന്ന എങ്ങനെയുള്ള അടിയന്തരാവസ്ഥ 2 തരത്തിലുണ്ട്, ഇന്റേണലും ഉണ്ട് എക്സ്റ്റേണലും ഉണ്ട്. നമുക്ക് അടിയന്തരാവസ്ഥയുടെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഇന്റേണൽ എമർജൻസി ആണെങ്കിൽ, സായുധ കലാപം മൂലമുണ്ടാവുന്ന ആഭ്യന്തര അടിയന്തരാവസ്ഥ ഇന്റേണൽ എമർജൻസി ആണ് എന്നുണ്ടെങ്കിൽ പ്രഖ്യാപിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ 19 പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ ഇവിടെ നമുക്ക് പൗരന്മാർക്ക് നഷ്ടമാവില്ല എന്ന വ്യവസ്ഥ കൊണ്ടുവന്ന ഭേദഗതിയാണ് 44-ാം ഭേദഗതി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്രയുമാണ് നമ്മുടെ 44-ാം ഭേദഗതിയെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒന്നുകൂടെ ഒന്ന് നമുക്ക് ഓർത്തു നോക്കാം. എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു? ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമങ്ങളിൽ പല മാറ്റങ്ങൾ വരുത്തുക എന്നുള്ളതാണ് മെയിൻ ലക്ഷ്യം. പിന്നെ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാതിരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഒന്നാമത്തെ മാറ്റമായിരുന്നു ലോക്സഭയുടെയും നിയമസഭയുടെയും കാലാവധി എന്ന് പറയുന്നത് 6 വർഷത്തിൽ നിന്നും 5 വർഷമാക്കി കുറച്ചു. ക്യാബിനറ്റിന്റെ തീരുമാനങ്ങൾ പ്രസിഡന്റിന് പുനഃപരിശോധിക്കാൻ തിരികെ അയക്കാം. പക്ഷെ തിരികെ അയച്ച് പുനഃപരിശോധനയ്ക്ക് ശേഷം പിന്നീട് പ്രസിഡന്റിന് അത് അംഗീകരിക്കണം എന്നത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പറഞ്ഞത് 1975 38-ാം ഭേദഗതി പ്രകാരം എന്തായിരുന്നു പറഞ്ഞത്? പ്രസിഡന്റ്, ഗവർണർ, അഡ്മിനിസ്ട്രേറ്റർ എന്നിവർ പുറപ്പെടുവിക്കുന്ന ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാൻ പാടില്ല എന്നായിരുന്നു. അത് മാറ്റി പ്രസിഡന്റിന്റെയും ഗവർണർമാരുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും ഓർഡിനൻസുകൾ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കാം എന്ന നിയമം പുനഃസ്ഥാപിച്ചത് 44-ാം ഭേദഗതിയിലൂടെയാണ്. അടുത്ത പോയിന്റ് എന്തായിരുന്നു? ഭാഗം 3 ആർട്ടിക്കിൾ 31 പ്രതിപാദിച്ചിരുന്ന സ്വത്തവകാശം എന്ന മൗലികാവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭാഗം 12 ആർട്ടിക്കിൾ 300A നിയമാവകാശമാക്കിയിട്ട് മാറ്റി. പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്നായ ആഭ്യന്തര അസ്വസ്ഥത എന്ന പദത്തിനു പകരം സായുധ കലാപം എന്നാക്കി മാറ്റി. ദെൻ നമ്മൾ പറഞ്ഞു എന്താണ്? ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെങ്കിൽ കേന്ദ്ര മന്ത്രിസഭയുടെ റിട്ടൺ റെക്കമെൻഡേഷനോടുകൂടെ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെട്ട ആർട്ടിക്കിൾ 20, 21 റദ്ദ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വ്യവസ്ഥ ചെയ്തു. പിന്നെന്താ? അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 1 മാസത്തിനകം പാർലമെന്റിനെ അംഗീകാരം ലഭിക്കണം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. ദെൻ ആർട്ടിക്കിൾ 358 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ആർട്ടിക്കിൾ 19 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ നഷ്ടപ്പെടുമായിരുന്നു. അത് മാറ്റി ഇന്റേണൽ എമർജൻസി, സായുധ കലാപം കൊണ്ട് ഉണ്ടാവുന്ന ഇന്റേണൽ എമർജൻസി ആണ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത് എന്നുണ്ടെങ്കിൽ 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പൗരന്മാർക്ക് നഷ്ടമാവില്ല എന്നും വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 44-ാം ഭേദഗതി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് 44-ാം ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് ഭേദഗതികളുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭേദഗതികൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ബാക്കിയുള്ള ഭേദഗതികൾ എന്താണ് എന്നുള്ളത് മാത്രം അത് നമുക്ക് ചെറിയ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. നോട്ട് തയ്യാറാക്കിയിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ക്ലാസ്സൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. ഓക്കെ, നമ്മുടെ ടെലിഗ്രാമിൻ്റെ കാര്യം ആരും മറക്കരുത്. ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്